പുതുതായി എഴുതി പോസ്റ്റ് ചെയ്ത പ്രേതാനുഭവ കഥയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന അഭിപ്രായങ്ങൾക്ക് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു കമന്റ് മിലന്റെ കണ്ണിലുടക്കിയത്. കമന്റ് ഇങ്ങനെയായിരുന്നു: ഹായ് മിലൻ, പ്ലീസ് ചെക്ക് യുവർ ഇൻബോക്സ്. ആ കമന്റ് അവൾ അത്രമാത്രം ശ്രദ്ധിക്കാൻ കാരണം കമന്റ് വന്ന ഐഡിയുടെ പേരായിരുന്നു. ഈവിൾസ് മൽക്കൂത്ത എന്നായിരുന്നു ആ പ്രൊഫൈൽ നെയിം. അങ്ങനെയൊരു പേര് അവൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് അത് ആരാണെന്നറിയാനുള്ള കൗതുകം തോന്നി. മിലൻ തൻ്റെ മെസ്സഞ്ചർ ഓപ്പൺ ചെയ്തു. ആ ഐഡിയിൽ നിന്ന് വന്നിരിക്കുന്ന മെസ്സേജ് വായിച്ചു. പെട്ടെന്നാണ് മറ്റൊരു മെസ്സേജ് കൂടി ആ ഐഡിയിൽ നിന്ന് വന്നത്. ഹായ് മിലൻ, ഇൻബോക്സിൽ വന്ന് ബുദ്ധിമുട്ടിച്ചതിന് സോറി. എൻ്റെ പേര് ജിതിൻ ദേവനാരായൺ എന്നാണ്. അപ്പോൾ ഇതൊരു ഫേക്ക് അക്കൗണ്ട് ആണല്ലേ? മിലൻ തിരിച്ചു ചോദിച്ചു. അയ്യോ, എൻ്റെ ഐ ഡി നെയിം കണ്ട് താൻ തെറ്റിദ്ധരിക്കല്ലേ. എനിക്കൊരു ഓൺലൈൻ ചാനലുണ്ട്, അതിൻ്റെ പേരാണ് ഈവിൾസ് മൽക്കൂത്ത. ജിതിൻ തിരിച്ച് റിപ്ലൈ ചെയ്തു. ഓക്കെ ശരി, നിങ്ങൾക്ക് എന്താണ് എന്നോട് പറയാനുള്ളത്? മിലൻ ചോദിച്ചു. പറഞ്ഞല്ലോ മിലൻ, എനിക്കൊരു ചാനലുണ്ടെന്ന്. ഹൊറർ കഥകളും അനുഭവങ്ങളുമൊക്കെ ഓഡിയോ വിവരണങ്ങളായി ആളുകളിലേക്ക് എത്തിക്കുന്നൊരു ചാനലാണ്. താൻ ഇന്നെഴുതി പോസ്റ്റ് ചെയ്ത കഥ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. സോ ഒരു പ്രപ്പോസൽ ഞാൻ തനിക്ക് വയ്ക്കുവാണ്. എൻ്റെ ചാനലിനു വേണ്ടി തനിക്ക് കഥകൾ എഴുതി തരാൻ പറ്റുമോ? അവൻ്റെ ആ മെസ്സേജിന് പെട്ടെന്നൊരു റിപ്ലൈ കൊടുക്കാൻ മിലനായില്ല. അവൾ പറഞ്ഞു, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയോ? ഓ ധാരാളം, നന്നായി ആലോചിച്ച് പറഞ്ഞാൽ മതി. അപ്പോൾ ശരി മിലൻ, ഗുഡ് നൈറ്റ്. ഒരു പുഞ്ചിരിക്കുന്ന ഇമോജിയോടെ ജിതിൻ്റെ റിപ്ലൈ വന്നു. ശേഷം മിലൻ നോക്കുമ്പോൾ ആ ഐ ഡി ഓഫ്ലൈൻ ആയിരുന്നു. തിരിച്ചൊരു ഗുഡ് നൈറ്റ് അയച്ചിട്ട് മിലനും ഉറങ്ങാൻ കിടന്നു. പിറ്റേന്ന് രാവിലെ ഓഫീസിലിരിക്കുമ്പോഴാണ് തലേ ദിവസത്തെ കാര്യം മിലൻ അടുത്ത സുഹൃത്തായ വീണയോട് പറയുന്നത്. കേട്ടപാടെ വീണ പറഞ്ഞു, ഡാ, ഇതൊരു നല്ല പ്രപ്പോസലാണ്. കേട്ടിടത്തോളം നിന്റെ റൈറ്റിംഗ് സ്കിൽ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം. അത് കേവലം ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഒതുങ്ങാനുള്ളതല്ല. ഇങ്ങനെ ഒരു ചാനലിലൂടെ നിന്റെ സൃഷ്ടികൾ നാട് മുഴുവൻ കേട്ടാസ്വദിക്കട്ടെ. ഇത് നിനക്ക് നല്ലൊരു അവസരമായിരിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. വീണയുടെ ആ ഒരു മോട്ടിവേഷൻ കൂടിയായപ്പോൾ മിലൻ പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കാൻ നിന്നില്ല. മെസ്സഞ്ചർ ഓപ്പൺ ചെയ്ത് അവൾ ജിതിന് മെസ്സേജ് അയച്ചു. എനിക്ക് സമ്മതമാണ് ജിതിൻ. എപ്പോഴാണ് നിങ്ങൾക്ക് കഥ വേണ്ടത് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ തന്നെ അവൻ്റെ റിപ്ലൈ അവൾക്ക് കിട്ടി. താങ്ക്സ് മിലൻ, പറ്റുമെങ്കിൽ നാളെ ഈവനിങ് ആദ്യത്തെ കഥ തരാൻ പറ്റുമോ? അവൻ ആവശ്യപ്പെട്ടതുപോലെ ഈവനിങ് കഥ എഴുതിത്തരാമെന്നൊരു റിപ്ലൈ കൊടുത്ത് മിലൻ തൻ്റെ ഓഫീസ് തിരക്കുകളിലേക്ക് ചേക്കേറി. വൈകുന്നേരം ഓഫീസിൽ നിന്ന് ഹോസ്റ്റലിൽ തിരിച്ചെത്തി കുളിച്ച് ഫ്രഷായി ലാപ്ടോപ്പുമായിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മിലൻ ഓർത്തത് ജിതിന് എഴുതിക്കൊടുക്കാമെന്ന് പറഞ്ഞ കഥയെപ്പറ്റി. ഉടൻ തന്നെ ലാപ്ടോപ്പ് ഓപ്പണാക്കി അതിലെ ഗൂഗിൾ നോട്ട്സ് ഓപ്പൺ ചെയ്ത് അവൾ ആലോചനയിലാണ്ടു. ക്ഷണനേരം കൊണ്ട് കഥയുടെ ഒരു വിത്ത് അവളുടെ മനസ്സിൽ പൊട്ടിമുളച്ചു. ജോലി തേടി സ്വന്തം നാട്ടിൽ നിന്ന് മറ്റൊരിടത്തേക്ക് വരുന്ന ചെറുപ്പക്കാരൻ്റെ കഥ. അന്യനാട്ടിൽ അവൻ ജോലിക്ക് വരുന്നതും അവിടെ വെച്ച് ഒരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാവുകയും പിന്നീട് ആ പെൺകുട്ടി അവനെ ചതിക്കുമ്പോൾ അത് താങ്ങാൻ കഴിയാതെ അവൻ ആത്മഹത്യ ചെയ്യുകയും പിന്നീട് അവൻ്റെ ആത്മാവ് തന്നെ ചതിച്ചവളോട് പ്രതികാരം ചെയ്യുന്നതുമായിരുന്നു ആ കഥയുടെ ഇതിവൃത്തം. മിലൻ അത് വളരെ ഭംഗിയായി കേട്ടാൽ ഭയം തോന്നുന്ന രീതിയിൽ എഴുതി ഫിനിഷ് ചെയ്ത് ജിതിൻ പറഞ്ഞ ടൈമിൽ തന്നെ മെയിൽ ചെയ്തു. അവനത് ഒത്തിരി ഇഷ്ടമാവുകയും ആദ്യത്തെ കഥയുടെ പേയ്മെൻറ്റ് അപ്പോൾ തന്നെ മിലന് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ മിലൻ കൊടുത്ത കഥയുടെ ഓഡിയോ ലിങ്ക് ജിതിൻ അവൾക്ക് അയച്ചു കൊടുത്തു. ആ സമയം കൊണ്ട് തന്നെ ധാരാളം കമൻറ്റുകളും റിയാക്ഷനുകളും ആ കഥയ്ക്ക് ലഭിച്ചിരുന്നു. അങ്ങനെ പല ദിവസങ്ങളിലായി മിലൻ പുതിയ കഥകൾ ജിതിന് കൊടുത്തു. അഞ്ചാമത്തെ കഥ അവന് മെയിൽ ചെയ്തപ്പോഴാണ് അവൻ മിലനോട് ചോദിക്കുന്നത്, മിലൻ, ഞാനൊരു ത്രെഡ് തന്നാൽ അതിനെക്കുറിച്ച് എഴുതാമോ? അത് കൊള്ളാമല്ലോ, പറയൂ കേൾക്കട്ടെ, ഞാൻ എഴുതാം. മിലൻ മറുപടി കൊടുത്തു. ഒരു ഹോണ്ടഡ് പ്ലേസ്, അവിടെ നടക്കുന്ന മിസ്റ്റീരിയസ് ആയിട്ടുള്ള സംഭവങ്ങൾ, അങ്ങനെ ഒരു കഥ എഴുതാമോ? ജിതിൻ പറഞ്ഞു. ഓക്കെ ജിതിൻ, ഞാൻ ട്രൈ ചെയ്യാം. ഒരാഴ്ച സമയം തരാമോ? ജിതിന് നെക്സ്റ്റ് വീക്കിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പാകത്തിൽ എഴുതി തരാം. മിലൻ്റെ കണ്ടീഷൻ അവൻ ഓക്കെ ആയിരുന്നു. അങ്ങനെ അന്ന് പരസ്പരം ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് അവർ ഉറങ്ങാനായി പോയി. പിറ്റേന്ന് രാവിലെ സൺഡേ ആയതുകൊണ്ട് മിലൻ വളരെ വൈകിയാണ് എഴുന്നേറ്റത്. പക്ഷേ അന്ന് അവൾ ഉറക്കമുണർന്നത് ഭീകരമായൊരു സ്വപ്നത്തിൽ നിന്ന് കൂടിയായിരുന്നു. വിജനമായൊരു വനപ്രദേശത്ത് കാട് മൂടിക്കിടക്കുന്ന ഒരു കൂറ്റൻ ബംഗ്ലാവ്. ആ ബംഗ്ലാവിൻ്റെ നടുത്തളത്തിൽ ചോരയിൽ കുളിച്ച് കിടക്കുന്ന ഒരാൾ. അവൾ അയാൾക്കരികിലേക്ക് ചെന്നതും പെട്ടെന്ന് അയാൾ ചാടി എഴുന്നേറ്റ് അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിക്കുന്നു. പക്ഷേ അത്രയും ആയപ്പോഴേക്കും മിലൻ ചാടി എഴുന്നേറ്റിരുന്നു. ഏറെ ദൂരം ഓടിയിട്ടെന്ന പോലെ അവൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഹൊറർ സ്റ്റോറി എഴുതാൻ തുടങ്ങി ആ പ്രേതങ്ങളിപ്പോൾ സ്വപ്നത്തിൽ വരാൻ തുടങ്ങിയോടോ? അവളുടെ ഇരിപ്പ് കണ്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന വീണ ചോദിച്ചു. നീ എന്താ അങ്ങനെ പറഞ്ഞത്? മിലൻ അവളോട് ചോദിച്ചു. അല്ല, നീ ഇന്നലെ ഉറക്കത്തിൽ കിടന്ന് എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നുണ്ടായിരുന്നു. എന്തുവാ ഈ ഈവിൾസ് മൽക്കൂത്ത? ഇടയ്ക്ക് നീ അങ്ങനെയൊരു വാക്കും പറഞ്ഞു. സത്യത്തിൽ വീണ പറയുന്നത് കേട്ട് മിലന് അതിശയം തോന്നി. അവൾ താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് വീണയോട് പറഞ്ഞു. ജിതിൻ തലേന്ന് തന്നോട് ആവശ്യപ്പെട്ട കാര്യത്തെക്കുറിച്ചും അവൾ പറഞ്ഞു. ആഹാ, അപ്പോൾ അവൻ ആവശ്യപ്പെട്ടതുപോലൊരു കഥ എഴുതാനുള്ള ത്രെഡ് കിട്ടിയല്ലോ. ഇനിയൊന്നും നോക്കണ്ട, എഴുതിക്കോ. ഒരു ചിരിയോടെ വീണ പറഞ്ഞു. മിലൻ വീണയെ നോക്കി ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു.
ആ അവധി ദിനത്തിൻ്റെ അന്ത്യത്തിൽ ചെയ്യേണ്ട മുഴുവൻ ജോലികളും കാര്യങ്ങളും ചെയ്തു തീർത്ത് ഒരു കപ്പ് കാപ്പിയുമായി ബാൽക്കണിയിൽ ചെന്നിരുന്നു മിലൻ താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് ഓർത്തു. ജിതിൻ പറഞ്ഞതുപോലെ ഒരു ഹോണ്ടഡ് പ്ലേസ് തന്നെയാണ് താൻ സ്വപ്നത്തിൽ കണ്ടത്. ആ ഒരു ത്രെഡ് ഡെവലപ്പ് ചെയ്യാൻ തന്നെ മിലൻ തീരുമാനിച്ചു. ഉടൻ തന്നെ അവൾ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് ഗൂഗിൾ നോട്ട്സ് ഓപ്പണാക്കി എഴുതാൻ ഉദ്ദേശിക്കുന്ന കഥയ്ക്ക് ഒരു പേര് കൊടുത്തു: നിഗൂഢതകളുടെ താഴ്വാരം. കഥയുടെ പേര് ടൈപ്പ് ചെയ്തിട്ട് കുറച്ചു നേരം അവൾ കണ്ണടച്ചിരുന്നു. പിന്നെ മനസ്സിലേക്ക് സ്വപ്നത്തിൽ കണ്ട ആ ബംഗ്ലാവിനെ കൊണ്ടുവന്നു. ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ അവൾ ആദ്യ വരി ടൈപ്പ് ചെയ്തു. നിഗൂഢതകൾ നിറഞ്ഞ ആ താഴ്വാരത്തിലേക്ക് തൻ്റെ സ്വപ്നങ്ങളുടെ പൊരുൾ തേടിയാണ് അവൾ വന്നത്. കത്തിയാളുന്ന സൂര്യൻ്റെ വെയിൽനാളങ്ങൾ കടന്നു ചെല്ലാത്ത ആ നിബിഡ വനത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബംഗ്ലാവിലാണ് നീ തേടി വന്ന സത്യത്തെ അടക്കം ചെയ്തിരിക്കുന്നതെന്ന് ആരോ അവളോട് ചെവിയോരം അടക്കം പറഞ്ഞതും തണുത്തൊരു കാറ്റ് അവളുടെ മുഖത്ത് തട്ടിക്കടന്നുപോയി. അത്രയും ടൈപ്പ് ചെയ്തപ്പോഴാണ് പെട്ടെന്ന് മിലന് എന്തോ അസ്വസ്ഥത തോന്നിയത്. ഇടത് ജന്നിയിൽ സൂചി കുത്തുന്നത് പോലൊരു നൊമ്പരം. മിക്ക ദിവസങ്ങളിലും തന്നെ പിടികൂടാറുള്ള മൈഗ്രെയിനിൻ്റെ വരവറിഞ്ഞതും തൽക്കാലത്തേക്ക് എഴുത്തു നിർത്തി ലാപ്ടോപ്പുമായി അവൾ അകത്തേക്ക് പോയി. ലാപ്ടോപ്പ് മേശയിൽ വെച്ച് മേശൊലിപ്പിൽ നിന്ന് മൈഗ്രെയിനുള്ള ടാബ്ലറ്റ് എടുത്ത് കഴിച്ച് അവൾ ബെഡിലേക്ക് വീണു. പിന്നെ രാത്രിയിൽ അത്താഴം കഴിക്കാനായി വീണ വന്നു വിളിക്കുമ്പോഴാണ് മിലൻ എഴുന്നേൽക്കുന്നത്. സമയം നോക്കിയപ്പോൾ 9 കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ താൻ ഉറങ്ങുകയായിരുന്നു എന്നത് ഒരതിശയത്തോടെ മിലൻ ഓർത്തു. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഒരു ഉണർവ് വന്നപ്പോൾ മിലൻ തൻ്റെ ലാപ്ടോപ്പ് തുറന്ന് ഗൂഗിൾ നോട്ട് ഓപ്പണാക്കി. എഴുതി നിർത്തിയെടുത്തു നിന്ന് അവൾ വീണ്ടും എഴുത്ത് തുടർന്നു. ഏകദേശം ഒരു 12 മണിയോടെ ജിതിന് കൊടുക്കാനുള്ള കഥയുടെ ആദ്യ എപ്പിസോഡ് മിലൻ പൂർത്തിയാക്കി. അപ്പോൾ തന്നെ അതവൾ അവന് സെൻഡ് ചെയ്യുകയും ചെയ്തു. ഒപ്പം അവനൊരു ഗുഡ് നൈറ്റ് കൂടി പറഞ്ഞുകൊണ്ട് മിലൻ ഉറങ്ങാൻ കിടന്നു. മിലൻ അയച്ചു കൊടുത്ത ഫസ്റ്റ് എപ്പിസോഡ് വായിച്ച് ജിതിന് അതിശയം തോന്നി. വായിച്ചു തീർത്ത് അവൻ അപ്പോൾ തന്നെ മിലന് റിപ്ലൈ കൊടുത്തു: മിലൻ, കഥ ഗംഭീരമായിട്ടുണ്ട്. ഇത് ആളുകൾക്ക് നന്നായി ഇഷ്ടപ്പെടും, ഷുവർ. ഉച്ചയോടെ ഞാൻ ഫസ്റ്റ് എപ്പിസോഡായി ഇത് ചാനലിൽ അപ്ലോഡ് ചെയ്യാം. എനിവേ, ഒരിക്കൽ കൂടി താങ്ക്സ്. അവൻ അയച്ച മെസ്സേജ് വായിച്ച് മിലൻ പുഞ്ചിരിച്ചു. അന്ന് വൈകുന്നേരമായപ്പോൾ ജിതിൻ അവൾക്ക് അന്നത്തെ എപ്പിസോഡ് അയച്ചു കൊടുത്തു. മിലൻ അത്ഭുതപ്പെട്ടുപോയി. അവളുടെ അക്ഷരങ്ങൾക്ക് അവൻ ശബ്ദം പകർന്നപ്പോൾ ആ കഥയ്ക്ക് വല്ലാത്തൊരു മാന്ത്രികത തോന്നി. അവൾ അതിനു ചുവട്ടിലെ കമൻറ്റുകളിലൂടെ കണ്ണോടിച്ചു. സോഷ്യൽ മീഡിയ ഒന്നടങ്കം ആ എപ്പിസോഡ് ഏറ്റെടുത്തിരിക്കുന്നു. കൂടുതൽ പേരും അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുന്നു എന്നാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അതോടെ അവൾക്കും ആവേശമായി. പിന്നെ അങ്ങോട്ട് ജോലി കഴിഞ്ഞു വന്നാൽ അവളുടെ മുഴുവൻ ശ്രദ്ധയും എഴുത്തിൽ മാത്രമായി. ആദ്യ എപ്പിസോഡിൻ്റെ തുടർച്ചയ്ക്കായി 2-3 എപ്പിസോഡുകൾ തയ്യാറാക്കി അവൾ ജിതിന് അയച്ചു കൊടുത്തു. ആ 3 എപ്പിസോഡുകളും ചാനലിൽ ഭയങ്കര ചലനമുണ്ടാക്കി. മിലൻ എഴുതുന്ന കഥകൾ മിലൻ്റെ തന്നെ പേരിൽ കൊടുക്കുന്നത് കൊണ്ടും കഥ പറയുന്ന രീതിയിലെ ആകർഷണത്വം കൊണ്ടും അവൻ്റെ കേൾവിക്കാർക്ക് മിലനെയും ജിതിനെയും നേരിൽ കാണാൻ അതിയായ ആഗ്രഹമുണ്ടെന്ന് പോലും ധാരാളം കമൻറ്റുകൾ അവർക്ക് വന്നുകൊണ്ടിരുന്നു. മിലൻ്റെയും ജിതിൻ്റെയും ചാറ്റുകളിൽ അത്തരം കമൻറ്റുകൾ സംസാര വിഷയമായി. അങ്ങനെ മിലൻ 4ാമത്തെ എപ്പിസോഡിനുള്ള വർക്കിലേക്ക് കടന്നു. കീബോർഡിൽ അതിവേഗം അവളുടെ വിരലുകൾ ചലിച്ചു. ഒരു വേള അവൾക്ക് തോന്നി ഈ കഥകളെല്ലാം അവൾക്ക് ആരോ പറഞ്ഞു കൊടുക്കുന്നത് പോലെ. ആ എപ്പിസോഡ് തീരാറായ നേരത്താണ് അവിചാരിതമായി കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം അവൾ കേട്ടത്. സമയം നോക്കുമ്പോൾ 9 മണിയാകുന്നു. ആരായിരിക്കും ഈ സമയത്ത് എന്നൊരു അസ്വസ്ഥതയോടെ അവൾ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. പുറത്തു നിൽക്കുന്ന ആളെ കണ്ട് അവൾ ചോദിച്ചു: ആരാണ്? മിലനല്ലേ? ടെക് വേൾഡിൽ വർക്ക് ചെയ്യുന്ന മിലൻ ജോൺ? പുറത്തു നിന്നയാൾ ചോദിച്ചു. അതെ, അത് ഞാൻ തന്നെയാണ്. നിങ്ങളാരാണ്? എനിക്ക് മനസ്സിലായില്ല. മിലൻ വന്നയാളെ സംശയത്തോടെ നോക്കിയിട്ട് പറഞ്ഞു: എൻ്റെ പേര് നാഗരാജ് എന്നാണ്. നാഗരാജ അയ്യർ, ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ്, തമിഴ്നാട്. തമിഴ് കലർന്ന മലയാളത്തിൽ അയാൾ സ്വയം പരിചയപ്പെടുത്തി. അതോടൊപ്പം പോക്കറ്റിൽ നിന്ന് തൻ്റെ ID കാർഡ് കൂടി കാണിക്കാൻ അയാൾ മറന്നില്ല. സാർ, അകത്തേക്ക് വരൂ. ഉള്ളിലെ ഞെട്ടൽ മറച്ചു വെച്ചുകൊണ്ട് വന്നയാളെ മിലൻ അകത്തേക്ക് വിളിച്ചു. അകത്ത് കയറിയ നാഗരാജ് സോഫയിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു: ഞാനിപ്പോൾ എന്തിനാണ് മിലനെ തേടി വന്നത് എന്ന് ആലോചിക്കുകയായിരിക്കുമല്ലേ? മിലൻ ഒത്തിരി ആലോചിച്ച് ടെൻഷനാവേണ്ട. കാര്യം ഞാൻ പറയാം. 2 ദിവസം മുമ്പാണ് ഫേസ്ബുക്ക് വഴി ഷെയർ ചെയ്ത് എനിക്കൊരു കഥയുടെ ഓഡിയോ കിട്ടുന്നത്. വെറുതെ കേട്ടു തുടങ്ങിയതാണ്. പിന്നീട് ബാക്കി 2 എപ്പിസോഡുകളും ഞാൻ കേട്ടു. എനിക്ക് ആ കഥ എഴുതുന്ന ആളെ കാണണമായിരുന്നു. 2 ദിവസം സെർച്ച് ചെയ്താണ് ആ കഥകളുടെ രചയിതാവ് മിലൻ ആണെന്ന് കണ്ടെത്തിയത്. പറയൂ മിലൻ, ഹൗ യു ഗെറ്റ് ദിസ് സ്റ്റോറി? തനിക്ക് മുന്നിലിരിക്കുന്നയാൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകാതെ മിലൻ ഇരുന്നു. അവളുടെ മുഖഭാവം മനസ്സിലായിട്ടെന്ന പോലെ അയാൾ പറഞ്ഞു: ഞാൻ ഈ പറയുന്നതൊന്നും മിലന് മനസ്സിലായില്ല അല്ലേ? എൻ്റെ ചോദ്യം സിമ്പിളാണ് മിലൻ. തനിക്ക് ആ കഥ എവിടെ നിന്ന് കിട്ടിയെന്നാണ് ഞാൻ ചോദിച്ചത്. അത് സാർ, ഒരിടത്തു നിന്നും കിട്ടിയതല്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹൊറർ സ്റ്റോറീസ് ഓഡിയോകളുമായി പ്രസൻറ്റ് ചെയ്യുന്നൊരു ഓൺലൈൻ ചാനൽ എന്നെ കോൺടാക്റ്റ് ചെയ്തിരുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഞാൻ എഴുതിയിട്ടൊരു കഥ വായിച്ച് അയാൾ എന്നെ സമീപിച്ചതാണ്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിന് മുന്നേ 5 കഥകളോളം ഞാൻ ആ ചാനലിന് കൊടുത്തിട്ടുണ്ട്. അയാളുടെ പേര് ജിതിൻ ദേവനാരായൺ എന്നാണ്. പിന്നീട് ജിതിൻ ഇങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു ഒരു ഹോണ്ടഡ് പ്ലേസിനെ കുറിച്ച് കഥ എഴുതാമോ എന്ന്.
സർ, കുട്ടിക്കാലം മുതലേ ഹൊററിനോട് താല്പര്യമുള്ളതുകൊണ്ടും എഴുതാനുള്ള വാസന ഉള്ളതുകൊണ്ടും ഞാനതിൽ ഇൻവോൾവ് ആയി എന്നേ ഉള്ളൂ. എൻ്റെ ഭാവനയ്ക്കനുസരിച്ചൊരു കഥ എഴുതിയെന്ന് മാത്രം. ആദ്യ എപ്പിസോഡ് കൊടുത്തപ്പോൾ ജിതിന് അത് വളരെ ഇഷ്ടമായി. കഥയ്ക്ക് നല്ല റീച്ചും കിട്ടി. അപ്പോൾ അവൻ തന്നെയാണ് തുടർക്കഥയാക്കിയിട്ട് എപ്പിസോഡുകളായി ചെയ്യാമെന്ന് പറഞ്ഞത്. ഓരോ കഥയ്ക്കും ഓരോ എപ്പിസോഡിനും കൃത്യമായി എനിക്ക് പേയ്മെൻറ്റും ചെയ്യുന്നുണ്ടായിരുന്നു. കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ മിലൻ പറഞ്ഞു. ഈവിൾസ് മൽക്കൂത്ത, അതല്ലേ ആ ചാനലിൻ്റെ പേര്? നാഗരാജ് ചോദിച്ചു. അതെ സർ. മിലനുമായി ജിതിൻ എങ്ങനെയാണ് കോൺടാക്റ്റ് ചെയ്യാറുള്ളത്? ഫോൺ വഴിയാണോ? അയാൾ വീണ്ടും ചോദ്യങ്ങൾ ഓരോന്നായി ചോദിച്ചുകൊണ്ടിരുന്നു. സർ, ഇതുവരെ ഞങ്ങൾ ഫോണിൽ സംസാരിച്ചിട്ടില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത് മുഴുവൻ മെസ്സഞ്ചർ വഴിയാണ്. അയാളൊരു ജെന്യുവിൻ പേഴ്സൺ ആണെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് കമ്മിറ്റ് ചെയ്തത്. സർ, ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. സാറിപ്പോൾ ഒരു കുറ്റവാളിയോട് സംസാരിക്കുന്നത് പോലെയാണ് എന്നോട് ഓരോന്നും ചോദിക്കുന്നത്. ഇങ്ങനെ ചോദ്യം ചെയ്യാൻ മാത്രം ഞാൻ എന്താണ് ചെയ്തത്? പറഞ്ഞു നിർത്തുമ്പോൾ മിലൻ കരച്ചിലിൻ്റെ വക്കിലെത്തിയിരുന്നു. കാര്യങ്ങൾ വിശദമായി അറിയേണ്ടതുണ്ട് മിലൻ. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മിലൻ എഴുതിക്കൊണ്ടിരുന്ന കഥ എഴുതി നിർത്തിയിടത്തോളം നോക്കിയാൽ അത് 10 വർഷത്തോളമായി ഒരു കോൾഡ് കേസായി ഡിപ്പാർട്ട്മെൻറ്റ് ഫയലിൽ കുരുങ്ങിക്കിടക്കുന്ന മർഡർ കേസാണ്. ആ കേസ് ഇപ്പോൾ അന്വേഷിക്കുന്ന ഓഫീസറാണ് ഞാൻ. നാഗരാജ് പറഞ്ഞു നിർത്തുമ്പോൾ ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റ് പോയിരുന്നു മിലൻ. സാർ, എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇപ്പോൾ ഈ പറഞ്ഞ കേസിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലുമില്ല. പിന്നെങ്ങനാണ് സാർ? ഹൗ ക്യാൻ ഐ? വെറുതെ ഒരു നേരം പോക്കിന് എഴുതിയതാണ് സാർ, അതും എൻ്റെ ഇമാജിനേഷനിൽ. പ്ലീസ് ബിലീവ് മീ സാർ. ഒരു കരച്ചിലിൻ്റെ വക്കീലെത്തിയിരുന്നു മിലൻ അപ്പോഴേക്കും. റിലാക്സ് മിലൻ. മിലനോട് ഒരു അക്യൂസിനോട് എന്ന പോലെയല്ല ഞാൻ സംസാരിച്ചത്. അങ്ങനെ ഞാൻ സംശയിക്കുന്നുമില്ല. ബട്ട് എനിക്കിതിനെക്കുറിച്ച് അന്വേഷണം നടത്താതെ നിർവാഹമില്ല. മിലൻ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ സംതിങ് ഈസ് ഹാപ്പനിങ് മിസ്റ്റീരിയസ്. അടുത്ത എപ്പിസോഡ് ഇനി എന്നാണ് അപ്ലോഡ് ചെയ്യുന്നത്? കഴിയുമെങ്കിൽ നാളെ തന്നെ ചെയ്യാമോ? ചിലപ്പോൾ ഈ കേസിൻ്റെ പൂട്ട് അഴിക്കാനുള്ള താക്കോൽ മിലൻ്റെ കഥയിലാണെങ്കിലോ? നമുക്ക് നോക്കാം. മിലനോട് അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ പോകാനായി എഴുന്നേറ്റു. വാതിൽക്കലേക്ക് നടന്ന നാഗരാജ് തിരിഞ്ഞു നോക്കിയിട്ട് മിലനോട് ഒരിക്കൽ കൂടി പറഞ്ഞു. മിലൻ, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ദ കീ ഈസ് യുവർ സ്റ്റോറി. ഡോണ്ട് ലൂസ് ദാറ്റ്. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾ കഥകൾ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈവിൾസ് മൽക്കൂത്ത എന്ന ഓൺലൈൻ ചാനൽ, അങ്ങനെയൊരു ഐഡിയോ ചാനലോ ഇല്ല. ഈവിൾസ് മൽക്കൂത്ത കഴിഞ്ഞ 1 മാസത്തോളമായി നിങ്ങളുടെ അക്കൗണ്ടിൽ മാത്രം ആക്റ്റീവായിട്ടുള്ളൊരു ചാനലാണ് മിലൻ. ദ മിസ്റ്ററി ഈസ് ദെയർ. ആ പോലീസ് ഓഫീസറോട് തിരിച്ചെന്തു പറയണമെന്നറിയാതെ സ്തംഭിച്ചിരിക്കുന്ന മിലനു മുന്നിൽ ആ വാതിൽ ശക്തിയോടെ അടഞ്ഞു. ആ രാത്രി മിലൻ ഉറങ്ങിയില്ല. കുറച്ചു മുന്നേ ഉണ്ടായതെല്ലാം പാടുപെട്ട് വിശ്വസിക്കാൻ അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ മിലൻ ചിന്തയിലാണ്ടു. ആരാണ് ജിതിൻ? എന്താണ് അവൻ്റെ പ്ലാൻ, ലക്ഷ്യം? അവനെന്തിന് തന്നെ ഉപയോഗിക്കണം? ഈവിൾസ് മൽക്കൂത്ത എന്നൊരു ചാനൽ ഇപ്പോൾ ഇല്ല എങ്കിൽ താൻ ഇന്നലെ 3ാം എപ്പിസോഡ് ജിതിന് അയച്ചു കൊടുത്തതോ? അവളുടെ ചിന്തകൾക്ക് തീ പിടിക്കുകയായിരുന്നു. വീണയ്ക്കും അവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയില്ലായിരുന്നു. ആ രാത്രി ഏറെ സംഘർഷഭരിതമായിരുന്നു. ഒടുക്കം എന്തൊക്കെയോ ആലോചിച്ച് കിടന്ന് മിലൻ എപ്പോഴോ ഉറക്കത്തിലേക്ക് വീണു. പക്ഷേ രാത്രി ഏറെ ആയപ്പോൾ, സമയം 2 മണിയോടടുക്കുന്ന നേരത്ത് മിലൻ ഉറക്കം വിട്ടെഴുന്നേറ്റു. ആ കഥ പൂർത്തിയാക്കണം. അവളുടെ ഉള്ളിലിരുന്ന് ആരോ പറയുന്ന പോലെ. അവൾ സാവധാനം എഴുന്നേറ്റ് ചെന്ന് ടേബിളിലിരുന്ന് ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് ഗൂഗിൾ നോട്ട് ഓപ്പണാക്കി. പൂർത്തിയാക്കാതെ വെച്ചിരിക്കുന്ന 4ാമത്തെ എപ്പിസോഡിൻ്റെ വർക്കും വീണ്ടും ആരംഭിച്ചു. കീബോർഡിൽ മിലൻ്റെ വിരലുകൾ അതിവേഗം ചലിച്ചുകൊണ്ടിരുന്നു. ബോധത്തിനും അബോധത്തിനുമിടയിൽ സ്വയം നഷ്ടപ്പെട്ടെന്ന പോലെ അവൾ തൻ്റെ പ്രവൃത്തി തുടർന്നു. സമയം ഏകദേശം 3 മണിയോടടുക്കുമ്പോൾ കാലൻ കോഴിയുടെ കൂവൽ ഒരു നിതാന്ത സംഗീതം പോലെ അലയടിക്കുന്ന രാവിൻ്റെ 3ാം യാമത്തിൽ മിലൻ തൻ്റെ കഥ പൂർത്തിയാക്കി. കഥ ജിതിന് മെയിൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവൾ അതിൻ്റെ ഒരു കോപ്പി നാഗരാജിന് ഫോർവേഡ് ചെയ്യാനും മറന്നില്ല. അതെല്ലാം കഴിഞ്ഞ് നേരം വെളുക്കാറായപ്പോഴാണ് വീണ്ടും മിലൻ ഉറക്കത്തിലേക്ക് വഴുതി വീണത്. മിലൻ, മിലൻ, വേക്കപ്പ്. മുഖത്തേക്ക് തെറിച്ചു വീണ വെള്ളത്തുള്ളികളുടെ സൂചിക്കുത്തേറ്റ് മിലൻ പിടഞ്ഞെഴുന്നേറ്റു. നോക്കുമ്പോഴുണ്ട് കയ്യിലൊരു ജഗ്ഗുമായി നാഗരാജും അയാളുടെ അടുത്ത് പരിഭ്രമിച്ച് നിൽക്കുന്ന വീണയെയുമാണ് അവൾ കാണുന്നത്. മിലൻ, ഡാ, നീ ഓക്കെയല്ലേ? വീണ അവളുടെ അടുത്ത് ചെന്നിരുന്ന കയ്യിലെ ടവൽ കൊണ്ട് അവളുടെ മുഖമാകെ തുടച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോഴും മിലന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന്. അവൾക്ക് തലയ്ക്ക് വല്ലാത്ത ഭാരം തോന്നി. അവൾ കണ്ണുകൾ ഉയർത്തി നാഗരാജിനെ നോക്കി. ഞാൻ മിലനെ കാണാനാണ് ഇപ്പോൾ വന്നത്. എന്നെ കണ്ടതും വീണ പാനിക്കായി വന്നു പറഞ്ഞു മിലൻ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല എന്ന്. ശേഷമുണ്ടായതെന്താണെന്ന് മിലന് മനസ്സിലായല്ലോ. ഇപ്പം മിലൻ ഓർക്കുന്നുണ്ടാവും ഞാൻ എന്തിനാണ് ഇത്ര രാവിലെ മിലനെ കാണാനായി വന്നതെന്ന്. അതിൻ്റെ ഉത്തരമാണ് മിലൻ ഇന്ന് രാവിലെ 3 മണിക്ക് എനിക്ക് അയച്ചു തന്ന കഥയുടെ ഈ ഫൈനൽ എപ്പിസോഡ്. അത്രയും പറഞ്ഞുകൊണ്ട് നാഗരാജ് തൻ്റെ ലാപ്ടോപ്പിൽ ആ മെയിൽ അവൾക്ക് നേരെ തിരിച്ചു. നോ, ഞാൻ അയച്ചിട്ടില്ല. വല്ലാത്തൊരു നിലവിളിയോടെ മിലൻ ബെഡിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റു. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? മിലൻ, അല്ലെങ്കിൽ പിന്നെ ആരാണ് മിലൻ്റെ ഐഡിയിൽ നിന്ന് എനിക്കിത് മെയിൽ ചെയ്തിരിക്കുന്നത്? ഡോണ്ട് മേക്ക് മീ എ ഫൂൾ മിലൻ. ഇനി എനിക്കൊരു പക്കാ പോലീസ് ഓഫീസറായിട്ട് മിലനോട് പെരുമാറേണ്ടി വരും. അതുകൊണ്ട് മിലൻ സത്യം പറയണം. നിനക്ക് ഈ കഥ എവിടെ നിന്ന് കിട്ടി?
സ്വരം കടുപ്പിച്ചുകൊണ്ട് നാഗരാജ് പറഞ്ഞു. സർ പ്ലീസ് ബിലീവ് മീ സർ, ഞാനല്ല. ഇന്നലെ സാർ വന്നുപോയതിന് ശേഷം ഞാൻ ആകെ ഡിസ്റ്റർബ്ഡായിരുന്നു. കഥ എഴുതാനുള്ള മൂഡൊന്നും എനിക്കില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് സാർ രാത്രിയിൽ 3 മണിക്ക് ഞാനിത് സാറിന് സെൻഡ് ചെയ്യുന്നത്? ഉറക്കം വരാതിരുന്നത് കൊണ്ട് ഇന്നലെ ഒരു സ്ലീപ്പിംഗ് പിൽ കഴിച്ചാണ് ഞാൻ കിടന്നത്. സർ ഗോഡ് പ്രോമിസ്, ഞാനല്ല സാറിന് ഇത് അയച്ചിരിക്കുന്നത്. സാർ പറഞ്ഞത് സത്യമാണ്. സംതിങ് ഹാപ്പൻഡ് മിസ്റ്റീരിയസ്. വളരെ പാനിക്കായി അലറി വിളിച്ചുകൊണ്ടാണ് അവൾ അത് പറഞ്ഞത്. ഓക്കെ മിലൻ, റിലാക്സ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഈ കേസിൻ്റെ താക്കോൽ തൻ്റെ കഥയാണെന്ന്. കഥയുടെ ഫൈനൽ എപ്പിസോഡിൽ ഈ കേസ് തെളിയും. അതിനുള്ള എവിഡൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. തൻ്റെ കഥയിൽ താൻ എഴുതിയിരിക്കുന്ന ദേവഗിരിയിലാണ് ഈ കേസ് തെളിയാൻ പോകുന്നത്. ഞാൻ ഇപ്പോൾ തന്നെ അവിടേക്ക് പോവുകയാണ്. ശേഷം ഞാൻ മിലനെ ഒന്നുകൂടി കാണും. എൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം അന്നേരം മിലൻ ഉത്തരം തന്നേ മതിയാകൂ. അതുവരെ ജസ്റ്റ് റിലാക്സ്. കനത്ത സ്വരത്തിൽ അവളോട് അത്രയും പറഞ്ഞുകൊണ്ട് നാഗരാജ് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി തനിക്ക് ചുറ്റും നടക്കുന്നതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ പാതി ഭ്രാന്തിൻ്റെ വക്കിലെത്തിയിരുന്നു മിലൻ. വീണയ്ക്ക് പോലും അവളെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയില്ലായിരുന്നു. മിലന് തൻ്റെ തല പൊട്ടിത്തെറിക്കുമെന്ന് തോന്നി. സമനില തെറ്റിയതുപോലെ അവൾ മുന്നിൽ കണ്ടതെല്ലാം എറിഞ്ഞുടച്ചു. അവളുടെ ആ അവസ്ഥ കണ്ടൊരു നിലവിളിയോടെ അവളെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച വീണയെ കുടഞ്ഞെറിയുമ്പോഴാണ് അവൾ ടേബിളിലിരിക്കുന്ന തൻ്റെ ലാപ്ടോപ്പ് കണ്ടത്. പെട്ടെന്ന് തന്നെ സമനില വീണ്ടെടുത്ത് അവൾ ഓടിച്ചെന്ന് ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് ജിമെയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നാഗരാജിന് അവൾ സെൻഡ് ചെയ്തു എന്ന് അയാൾ പറഞ്ഞ ആ സ്റ്റോറി അറ്റാച്ച്മെൻറ്റ് മെയിൽ പരതി. ഏതാനും മിനിറ്റുകൾ ലാപ്ടോപ്പിൽ തന്നെ നോക്കി നിന്നിട്ട് ഭയത്തോടെ അവൾ പിന്നോട്ട് 2 അടി വെച്ച് ഭിത്തിയിൽ തട്ടി നിന്നു. എന്താടാ, എന്തുപറ്റി? അവൾക്കരികിലേക്ക് ഓടിച്ചെന്ന് അവളുടെ ചുമലിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് വീണ ചോദിക്കുമ്പോൾ വിറയ്ക്കുന്ന വിരൽ കൊണ്ട് അവൾ ലാപ്ടോപ്പിലേക്ക് ചൂണ്ടി. ഇത്തവണ വീണയും ഞെട്ടി. കാരണം ആ സെൻഡ് മെയിൽ ബോക്സിൽ അന്നുവരെ താൻ ഈവിൾസ് മൽക്കൂത്തയ്ക്ക് അയച്ചു കൊടുത്ത കഥകളോ നാഗരാജിനയച്ച അറ്റാച്ച്മെൻറ്റുകളോ ഇല്ലായിരുന്നു. ശൂന്യമായിരുന്നു അവളുടെ ജിമെയിൽ ഇൻബോക്സ്. ഏറെ നാളായി താൻ തേടി നടന്നത് തന്നെയും കാത്ത് അങ്ങ് ദേവഗിരിയിലുണ്ടെന്ന ഉന്മത്തമായ സന്തോഷത്തോടെ നാഗരാജ് തൻ്റെ ഇന്നോവ പായിച്ചു. യാത്രയിൽ കൂട്ടിന് മറ്റു പോലീസ് ഉദ്യോഗസ്ഥരോ ഔദ്യോഗിക അകമ്പടികളോ എന്തിന് ഔദ്യോഗിക വാഹനം പോലുമോ ഉപയോഗിക്കാതെ തൻ്റെ പേഴ്സണൽ വെഹിക്കിളായിരുന്നു നാഗരാജ് യാത്രയ്ക്കായി തിരഞ്ഞെടുത്തത്. ആ അന്വേഷണ യാത്രയിൽ താൻ മാത്രം മതിയെന്ന് അയാൾ തീരുമാനിക്കുകയായിരുന്നു. 1.5 ദിവസം നീണ്ട യാത്രയ്ക്കൊടുവിൽ ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെ നാഗരാജ് ദേവഗിരിയിലെത്തി. തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ പിന്നെയും കിലോമീറ്ററുകളുള്ളിലായി സ്ഥിതി ചെയ്യുന്ന നിബിഡമായ കാടുകളും അഗാധ താഴ്വാരങ്ങളും മുനമ്പുകളുമുള്ള വിനോദസഞ്ചാരികൾക്ക് പോലും കടന്നു ചെല്ലാൻ വിലക്കുള്ള ദേവഗിരി. ആകാശമാകെ വന്നുമൂടിയ കറുത്തുകരിനീലിച്ച മഴമേഘങ്ങളിൽ തൻ്റെ വന്യത ഒന്നുകൂടി വർദ്ധിപ്പിച്ചുകൊണ്ട് ആരെയോ കാത്തെന്ന പോലെ നിലകൊണ്ട ദേവഗിരിയുടെ നീട്ടിപ്പിടിച്ച കരങ്ങൾ പോലെ തോന്നിക്കുന്ന ആ വനപാതയിലേക്ക് നാഗരാജ് വണ്ടി ഓടിച്ചു. ഉള്ളിലേക്ക് പോകുന്തോറും സൂര്യവെളിച്ചത്തിൻ്റെ സാന്നിധ്യം അയാൾക്ക് മുന്നിൽ കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് ഓർക്കാപ്പുറത്ത് ഒരു പടുകൂറ്റൻ മരത്തിൻ്റെ എഴുന്നുനിന്ന വേരിൽ തട്ടി അയാളുടെ ഇന്നോവ നിയന്ത്രണം തെറ്റിയത്. ക്ഷണനേരത്തേക്ക് സ്റ്റിയറിംഗിൽ നിന്ന് അയാൾക്ക് നിയന്ത്രണം നഷ്ടമായെങ്കിലും ഇരുത്തം വന്നൊരു പോലീസുകാരൻ്റെ സമചിത്തതയോടെ അയാൾ വണ്ടി ഇടത്തേക്ക് വെട്ടിച്ച് ഒതുക്കി നിർത്തി. പിന്നെ റിവേഴ്സ് എടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് പുറകിലെ വീൽ വലിയൊരു ശബ്ദത്തോടെ പൊട്ടിയത്. ഇറങ്ങിച്ചെന്ന് നോക്കുമ്പോൾ വലിയൊരു ഇരുമ്പ് കമ്പിയിൽ തറഞ്ഞു വീൽ പഞ്ചറായിരിക്കുന്നു. പാതിയോളം ചെന്ന് ആ കാട്ടുവഴിയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആ നിൽപ്പ് നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു കൈ അയാളുടെ വലത് കൈയിൽ പിടുത്തമിട്ടത്. ഞെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോൾ അയാളുടെ കയ്യിൽ മുറുകെ പിടിച്ച് പാതി കരച്ചിലിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന 10-12 വയസ്സ് തോന്നിക്കുന്ന ഒരു കുഞ്ഞു പെൺകുട്ടി. ആകെ പേടിച്ചു വിറയ്ക്കുന്നുണ്ടായിരുന്നു ആ കുഞ്ഞ്. എന്തുപറ്റി മോളെന്താ ഈ സമയത്ത് ഈ കാട്ടിൽ? ആ കുട്ടിയുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് നാഗരാജ് ചോദിച്ചു. ആ പെൺകുട്ടി ഒന്നും മിണ്ടാതെ കണ്ണുകളിൽ ഭയം നിറച്ച് അയാളെ അങ്ങനെ നോക്കി നിന്നു. നാഗരാജ് പതിയെ ആ കുട്ടിയുടെ കവിളിൽ തഴുകിക്കൊണ്ട് വീണ്ടും ചോദിച്ചു, മോളുടെ പേരെന്താണ്? ഇവിടെ ഈ കാട്ടിൽ മോളെങ്ങനെ എത്തിപ്പെട്ടു? മോളുടെ കൂടെ ആരാണുള്ളത്? അങ്കിൾ, അത് എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്ത് പോകണം. ഞാൻ അവരൊക്കെ തേടി നടക്കുക. ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു. ഫാമിലിയായിട്ട് ഔട്ടിങ്ങിന് വന്നതാ. എല്ലാവർക്കും ഈ കാട്ടിൽ വഴി തെറ്റി. അവരൊക്കെ എവിടെയാണെന്ന് എനിക്കറിയില്ല. അങ്കിൾ, ഇനി എനിക്ക് എങ്ങോട്ട് പോകണം എന്നറിയാതെ നിൽക്കുമ്പോഴാണ് അങ്കിളിനെ കണ്ടത്. അവൾ വിക്കിയും വിറച്ചും എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. പക്ഷേ അപ്പോഴും അയാളുടെ കയ്യിൽ ആ കുഞ്ഞിൻ്റെ പിടുത്തം വിട്ടിട്ടുണ്ടായിരുന്നില്ല. മോള് പേടിക്കണ്ട, അങ്കിൾ മോളെ മോളുടെ ആളുകളുടെ അടുത്തെത്തിക്കാം. നിങ്ങൾ വന്ന വണ്ടി എവിടെയായിട്ടിരിക്കുന്നതെന്ന് മോൾക്ക് ഓർമ്മയുണ്ടോ? നാഗരാജ് ചോദിച്ചു. അതിനവൾ ഉണ്ട് എന്ന് തലയാട്ടിക്കൊണ്ട് എതിർ ദിക്കിലേക്ക് നീണ്ടു കിടക്കുന്ന വഴിയിലേക്ക് വിരൽ ചൂണ്ടി. നാഗരാജ് ആ കുട്ടിയെയും കൂട്ടി അവൾ ചൂണ്ടിക്കാണിച്ച വഴിയിലൂടെ നടക്കാൻ തുടങ്ങി. കുട്ടി പറഞ്ഞതുപോലെ അവരുടെ വണ്ടി അവിടെയുണ്ടെങ്കിൽ അത് പരിശോധിച്ച് എന്തെങ്കിലും ഒരു അനുമാനത്തിലെത്തിയാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് മെസ്സേജ് ചെയ്യാൻ ആയിരുന്നു അയാളുടെ പ്ലാൻ. അങ്ങനെ മനസ്സിൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അയാൾ ആ കുട്ടിയെയും കൂട്ടി നടക്കാൻ തുടങ്ങി. മോളുടെ പേരെന്താണ്? നടത്തത്തിനിടയിൽ അയാൾ ചോദിച്ചു. ജാൻവി.
മുഴുവൻ പേര് ജാൻവി ജിതിൻ. ഒരു നിമിഷം മുന്നോട്ടെടുത്തു വെച്ച കാൽ പിന്നിലേക്ക് തന്നെ വെച്ചുകൊണ്ട് നാഗരാജ് നിശ്ചലനായി. അയാൾ തൻ്റെ കൂടെയുള്ള പെൺകുട്ടിയെ സൂക്ഷിച്ചു നോക്കി. ഉരുണ്ടുകൂടിയ കാർമേഘങ്ങൾ അവിടെയാകെ ഇരുട്ടു പടർത്താൻ തുടങ്ങിയിരുന്നു. വീശിയടിക്കുന്ന കാറ്റിൽ കാട്ടിലെ മേഘങ്ങൾ ഉലയാൻ തുടങ്ങി. തെല്ലൊരു സംശയത്തോടെ നാഗരാജ് ജാൻവിയുമായി വീണ്ടും മുന്നോട്ട് നടന്നു. ഓരോ ചുവട് വയ്ക്കുമ്പോഴും തൻ്റെ കയ്യിലെ ജാൻവിയുടെ പിടുത്തം മുറുകി വരുന്നത് അയാൾ അറിയുന്നുണ്ടായിരുന്നു. ഒരു 10 വയസ്സുകാരിയുടെ ബലമല്ല ആ കൈക്കെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. അകാരണമായൊരു അസ്വസ്ഥത അയാളുടെ മനസ്സിനെ വലയം ചെയ്യാൻ തുടങ്ങി. കനത്ത നിശബ്ദത നിറഞ്ഞു നിൽക്കുന്ന ആ കാടിനകത്ത് ഇടയ്ക്ക് കേൾക്കുന്ന ഏതോ പക്ഷിയുടെ കൂവൽ ഒരു ഭീകര സത്വത്തിൻ്റെ അലർച്ച പോലെയാണ് അയാൾക്ക് തോന്നിയത്. നിലംപുതഞ്ഞു കിടക്കുന്ന കരിയിലകൾ കാൽപാദം പതിഞ്ഞ് ഞെരിഞ്ഞമരുന്നുണ്ടായിരുന്നു. കുട്ടി ചൂണ്ടിക്കാണിച്ച വഴിയിലൂടെ നടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരമായെന്ന് നാഗരാജിന് മനസ്സിലായി. അയാളൊന്ന് നിന്നു. പിന്നെ ജാൻവിയോട് ചോദിച്ചു, മോളെ, നമ്മൾ കുറേ നേരമായി നടക്കാൻ തുടങ്ങിയിട്ട്. ഇത് തന്നെയാണോ വഴി? മോളൊന്നുകൂടി ഓർത്തു നോക്കൂ. വണ്ടി ഈ സ്ഥലത്ത് തന്നെയാണോ? എനിക്ക് വഴി തെറ്റിയിട്ടില്ല, ഈ വഴി തന്നെയാണ്. ഇനിയും കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ അവിടെ വലിയൊരു മരമുണ്ട്. അവിടെയാണ്. നമുക്ക് വേഗം പോകാമെങ്കിൽ അവിടെ എന്നെയും കാത്ത് അവർ ഉണ്ടാകും. തികച്ചും നിർവികാരത തുളുമ്പുന്ന സ്വരത്തിൽ അവൾ പറഞ്ഞു. പിന്നെയും അവർ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ഉറഞ്ഞുകൂടിയ നിശബ്ദതയിൽ ഉയർന്നു കേൾക്കുന്ന തൻ്റെ നെഞ്ചിടിപ്പിനപ്പുറം ചെവിയോരം ആരുടെയൊക്കെയോ ശ്വാസനിശ്വാസങ്ങൾ കേൾക്കുന്നുണ്ടോ? നാഗരാജ് ചെവിയോർത്തു. ഓരോന്നാലോചിച്ച് നടക്കുമ്പോഴാണ് ജാൻവി പറഞ്ഞത്, അങ്കിൾ, ദാ ഇത് തന്നെ. ചിന്തയിൽ നിന്ന് ഞെട്ടിയുണർന്ന് അയാൾ ജാൻവി ചൂണ്ടിക്കാണിച്ച് ഇടത്തേക്ക് നോക്കി. കൺമുന്നിലെ കാഴ്ച വിശ്വസിക്കാനാവാതെ വിറങ്ങലിച്ചുപോയി നാഗരാജ്. മറിഞ്ഞു വീണ് കിടക്കുന്നൊരു പടുകൂറ്റൻ മരത്തിൻ്റെ നിലംപറ്റി ചിതലെടുത്തു മൂടിയ ശിഖരത്തിൽ ചാരിയിരിക്കുന്ന നിലയിൽ ഒരസ്ഥികൂടം. ഒറ്റനോട്ടത്തിൽ അതൊരു കുട്ടിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞതും അയാളുടെ ഉള്ളൊന്നു കാളി. അസ്ഥികൂടത്തിൻ്റെ വലം കൈയിൽ ചിതലെടുത്തിട്ടും ബാക്കിയായ അരികിൽ ലേസ് തുന്നിപ്പിടിപ്പിച്ച ഉടുപ്പിൻ്റെ ശേഷിപ്പ് കണ്ടതും നാഗരാജ് വിയർത്തൊഴുകാൻ തുടങ്ങി. അയാൾ മെല്ലെ ജാൻവിയെ നോക്കി. അവളും അത് നോക്കി നിൽപ്പാണ്. നാഗരാജിൻ്റെ കയ്യിലെ അവളുടെ പിടുത്തത്തിൻ്റെ ശക്തി കൂടിക്കൂടി വന്നു. പതിയെ പതിയെ അയാളുടെ കൈത്തണ്ടയിൽ വേദന പടരാൻ തുടങ്ങി. അയഞ്ഞ സ്വരത്തിൽ മുരണ്ടുകൊണ്ട് അവൾ പറഞ്ഞു, നീ ഇപ്പോൾ എന്നെ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. ഇതുപോലെ എൻ്റെ കൂടെയുണ്ടായിരുന്ന 12 പേരെയും നീ കണ്ടെത്തിയേ മതിയാകൂ. ഈ കാട് നിനക്കറിയാത്ത ഒന്നല്ലല്ലോ നാഗരാജ്. തിരഞ്ഞാൽ നിനക്ക് കിട്ടും അവരെ. അവരൊക്കെ എവിടെയാണെന്ന് എന്നേക്കാൾ നന്നായി നിനക്കല്ലേ അറിയുന്നത്. നിന്നിടത്ത് നിന്ന് അനങ്ങാൻ പോലും കഴിയാതെ നാഗരാജ് നിന്നുരുകി. അയാളുടെ നെറ്റിയിൽ നിന്ന് കുതിച്ചൊഴുകിയ വിയർപ്പ് വീണ് അയാളുടെ ഷർട്ട് നനഞ്ഞുകൊണ്ടിരുന്നു. തനിക്കരികിൽ നിൽക്കുന്നയാളിൻ്റെ കൈക്കരുത്തിൽ അയാളുടെ ബലം മുഴുവൻ ചോർന്നു പോകുന്നതുപോലെ അയാൾക്ക് തോന്നി. ഇടം കൈ ചുമലിൽ നിന്ന് പറഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്നതുപോലൊരു അസഹ്യമായ വേദനയിൽ അലറിക്കൊണ്ട് അവളുടെ കൈ കുടഞ്ഞെറിയാൻ ശ്രമിച്ച അയാളെ ഭയത്തിൻ്റെ നിലയില്ലാ കയത്തിലേക്ക് എടുത്തെറിഞ്ഞുകൊണ്ടൊരു കാഴ്ച അയാളുടെ കണ്ണുകളിൽ നിറഞ്ഞു. ജാൻവി മുറുകെ പിടിച്ചിരിക്കുന്ന അയാളുടെ ഇടം കൈയിൽ ഒന്നിനു മുകളിൽ ഒന്നായി 12 കൈകൾ. വെറും അസ്ഥിപഞ്ചരമായ ഉടലുകളില്ലാത്ത 12 കൈകൾ. നോ! അയാൾ ഭയന്നലറി. അന്നേരം അവിടെ വീശിയടിച്ച കാറ്റിൽ കരിയിലകൾ പറക്കാൻ തുടങ്ങി. കണ്ണെത്താത്തത്ര ഉയരമുള്ള മരത്തലപ്പുകൾ കാറ്റിൻ്റെ കരുത്ത് താങ്ങാനാവാതെ താഴേക്ക് ഒടിഞ്ഞു തൂങ്ങി. ക്ഷണനേരം കൊണ്ട് അന്തരീക്ഷം അതിൻ്റെ മുഴുവൻ വന്യതയും കൈവരിച്ചു. നാഗരാജിന് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ തോന്നി. പക്ഷേ രക്ഷപ്പെടാൻ അയാൾക്ക് പഴുതുകളില്ലായിരുന്നു. എങ്കിലും രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നയാൾ ആലോചിച്ചു. പെട്ടെന്നാണ് അയാളുടെ മനസ്സ് വായിച്ചിട്ടെന്ന പോലെ ഒരു പുരുഷ ശബ്ദം അവിടെ ആകെ നിറഞ്ഞത്. അങ്ങനെ രക്ഷപ്പെട്ടു പോകാനല്ലല്ലോ നാഗരാജ നിന്നെ ഞാനിവിടെ എത്തിച്ചത്. ഒരു ഞെട്ടലോടെ നാഗരാജ് ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് നോക്കി. അവിടെ അയാൾ കണ്ട കാഴ്ച അയാളുടെ രക്തത്തെ കട്ട പിടിപ്പിച്ചു കളഞ്ഞു. അവിടെ വലിയൊരു മരച്ചുവട്ടിൽ വലം കൈ മാത്രമുള്ള 12 അസ്ഥികൂടങ്ങൾ അയാളെ തന്നെ നോക്കി നിൽക്കുന്നു. അവരെ തന്നെ നോക്കി നിൽക്കുമ്പോൾ അവരിൽ ഒരാൾക്ക് മാത്രം രൂപമാറ്റം വരാൻ തുടങ്ങി. തനിക്ക് മുന്നിൽ നിൽക്കുന്നയാളെ കണ്ട് നാഗരാജ് വിറച്ചു. ജിതിൻ, അപ്പോൾ നീ എന്നെ മറന്നിട്ടില്ല അല്ലേ നാഗരാജ്? എങ്ങനെ മറക്കും? നീ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നില്ലേ? ചോരക്കണ്ണുകളിൽ പ്രതികാരം നിറച്ചുകൊണ്ട് ജിതിൻ ചോദിച്ചു. എന്നെ ഒന്നും ചെയ്യരുത് ജിതിൻ. നിന്നോടും നിന്റെ കുടുംബത്തോടും ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത്. ഞാൻ എൻ്റെ തെറ്റ് സമ്മതിക്കുന്നു ജിതിൻ. ദയവ് ചെയ്ത് എന്നെ കൊല്ലരുത്. വലിയ വായിൽ നിലവിളിച്ചുകൊണ്ട് അയാൾ ജിതിൻ്റെ ആത്മാവിനോട് യാചിച്ചു. പെട്ടെന്നൊരു കൈ വന്ന് നാഗരാജിൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. അയാളുടെ മുഖത്തിന് അത്രയും അടുത്തു വന്ന് മുരണ്ടുകൊണ്ട് ജിതിൻ ചോദിച്ചു, നീ നിന്റെ തെറ്റ് സമ്മതിക്കുന്നു അല്ലേ? അപ്പോൾ ഞാൻ നിന്നോട് ക്ഷമിക്കണം. എന്തൊക്കെയാണ് ഞാൻ നിന്നോട് ക്ഷമിക്കേണ്ടത്? നിന്നെ എനിക്കൊപ്പം ഒരു മകനെ പോലെ കണ്ടു സ്നേഹിച്ച എൻ്റെ അച്ഛനെ കൊന്നതോ, എൻ്റെ അമ്മയെ കൊന്നതോ, അതോ നിന്നെ ഒരു സഹോദരനെ പോലെ കരുതിയിരുന്ന എൻ്റെ ഭാര്യയെ കൊന്നതോ, പിന്നെ എൻ്റെ അച്ചച്ചൻ, അച്ചമ്മ, അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ മുഴുവൻ എൻ്റെ കൺമുന്നിലിട്ട് കൊന്നൊടുക്കിയതാണോ ഞാൻ ക്ഷമിക്കേണ്ടത്? ഉറ്റവർ പിടഞ്ഞു മരിക്കുന്നത് കൺമുന്നിൽ കണ്ടിട്ടും അവരെ രക്ഷിക്കാൻ കഴിയാതെ ആ നിസ്സഹായാവസ്ഥയിൽ
ഒരിറ്റ് ദയക്കായി നിന്നോട് കരഞ്ഞു കെഞ്ചിയ എൻ്റെ കൺമുന്നിലിട്ട് എൻ്റെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞതും ഞാൻ നിന്നോട് ക്ഷമിക്കണോ? എന്തിനു വേണ്ടിയാണ് നീ ഇതൊക്കെ ചെയ്തത്? സ്വത്തിനും അധികാരത്തിനും വേണ്ടിയോ? ജിതിൻ ദേവനാരായണൻ്റെ പകരക്കാരനായി ദേവഗിരിയുടെ മുഴുവൻ ഉടയോനാകാനോ? ഞാൻ എങ്ങനെയാണ് നിന്നോട് ക്ഷമിക്കേണ്ടത്? എന്തൊക്കെയാണ് ഞാൻ നിന്നോട് ക്ഷമിക്കേണ്ടത്? കഴിഞ്ഞ 10 വർഷമായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഈ ദിവസത്തിനായി. നിന്റെ അന്ത്യത്തിന് ഇവിടമാണ് യോജിച്ചത്. എൻ്റെ ഉറ്റവരെ മുഴുവൻ നീ ഇവിടെയല്ലേ കുഴിച്ചു മൂടിയത്? നീയും ഇവിടെ തന്നെ തീരണം. നിനക്കിവിടേക്കുള്ള വഴി തെളിച്ചത് ഞാനാണടാ. ഏതോ ഒരുത്തി എഴുതിയ കഥയുടെ അരികുപറ്റി നീ ഇവിടെ എത്തിച്ചേർന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. ഇപ്പോഴും ജീവനോടെയുണ്ട് എന്ന് നീ വിശ്വസിക്കുന്ന ഈ ജിദ്ദിനെ തീർക്കാനല്ലേ? സ്വന്തമായിരുന്നതെല്ലാം നഷ്ടമായൊരുവന് ജീവിതം തന്നെ വലിയൊരു ബാധ്യതയാണടാ. അതുകൊണ്ട് സ്വയം ഞാനതങ്ങ് അവസാനിപ്പിച്ചു. പാതി ജീവനോടെ നീ എന്നെ ഉപേക്ഷിച്ചു പോയത് നിന്റെ വിഡ്ഢിത്തം. പറഞ്ഞു നിർത്തിയതും ജിതിൻ നാഗരാജിൻ്റെ കഴുത്തിൽ പിടിച്ച് അയാളെ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ശക്തിയിൽ ദൂരേക്ക് തെറിച്ച നാഗരാജ് ഒരു മരത്തിൽ ചെന്നിടിച്ച് താഴേക്ക് വീണു. അയാളുടെ വായിൽ നിന്ന് കൊഴുത്ത രക്തമൊഴുകി. വീശിയടിക്കുന്ന കാറ്റിൽ ആർത്തലയ്ക്കുന്ന പെരുമരങ്ങളുടെ ഇടയിലൂടെയെല്ലാം അയാൾ കൊന്നുതള്ളിയവരുടെ അസ്ഥികൂടങ്ങൾ ഒഴുകി നടക്കാൻ തുടങ്ങി. ഭയവും വേദനയും കൊണ്ട് അയാൾ ജീവനു വേണ്ടി പിടഞ്ഞു. മരണവെപ്രാളത്തിൽ നിലത്ത് കിടന്നുകഴിയുന്ന അയാൾക്ക് മുന്നിൽ ജിതിനും ജാൻവിയും വന്നു നിന്നു. എൻ്റെ പ്രതികാരം ഇവിടെ പൂർത്തിയാകുന്നു നാഗരാജ്. എൻ്റെ മുന്നിലിട്ട് എനിക്ക് പ്രിയപ്പെട്ടവയെല്ലാം ഒന്നൊന്നായി തകർത്തു കളഞ്ഞ നിന്നെ ദാ എൻ്റെ ഈ നിൽക്കുന്നവരുടെ മുന്നിലിട്ട് തന്നെ എനിക്ക് നിന്നെ കൊല്ലണമായിരുന്നു. നിന്റെ മരണം കണ്ട് അവർ സന്തോഷിക്കട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് ജിതിൻ നാഗരാജിനെ വീണ്ടും എടുത്തെറിഞ്ഞു. അലറി വിളിച്ചുകൊണ്ട് നാഗരാജ് പിന്നെയും മറ്റൊരു മരത്തിൽ ചെന്നിടിച്ചു വീണു. തൻ്റെ അസ്ഥികൾ ഒന്നൊന്നായി പൊട്ടുന്നത് അയാൾ കേട്ടു. മരണവേദനയിൽ ഇഴഞ്ഞും വലിഞ്ഞും അയാൾ ആ മരത്തിലേക്ക് തന്നെ ചാരിയിരിക്കാൻ ശ്രമിച്ചു. ചോരയിൽ കുതിർന്ന മുഖമുയർത്തി നോക്കിയ നാഗരാജ് കണ്ടു തനിക്ക് മുന്നിൽ നിൽക്കുന്നവരെ. തന്നെ കൊല്ലരുതെന്ന് പറഞ്ഞുകൊണ്ടയാൾ അവർക്ക് നേരെ കൈകൾ കൂപ്പി. ചോര വറ്റി വിളറിയ മുഖവും കരിനീലിച്ച കണ്ണുകളുമായി അയാളെ തന്നെ നോക്കി നിന്നുകൊണ്ട് കൈയടിച്ച് തുള്ളിച്ചാടുന്ന ജാൻവിയുടെ പൊട്ടിച്ചിരിയിലേക്ക് ഒരു വാത്സല്യച്ചിരി നീട്ടി ജിതിൻ അയാളോട് പറഞ്ഞു, 10 വർഷം മുമ്പ് നിലച്ചുപോയതാണ് എൻ്റെ കുഞ്ഞിൻ്റെ ഈ ചിരി. മരണം എന്താണെന്ന് പോലും മനസ്സിലാകാത്ത കുരുന്നുപ്രായത്തിൽ നിന്റെ കയ്യിൽ കിടന്ന് ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിച്ച എൻ്റെ പൊന്നുമോൾക്കും പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി നിന്റെ ആത്മാവിനെ ഞാൻ എടുക്കുന്നു നാഗരാജ്. ഒരലർച്ചയോടെ പറഞ്ഞു നിർത്തുമ്പോൾ വീശിയടിക്കുന്ന കൊടുങ്കാറ്റിൽ പൊട്ടിയടർന്നൊരു ശരം പോലെ പാഞ്ഞു വന്നൊരു മരക്കൊമ്പ് നാഗരാജിൻ്റെ നെഞ്ചിലൂടെ തുളച്ച് അറ്റം അയാളുടെ മുതുകിലൂടെ പുറത്തേക്ക് ഉന്തി നിന്നു. വായിൽ നിന്നും മൂക്കിൽ നിന്നും കൊഴുത്ത രക്തമൊഴുകി. ഒന്ന് നിലവിളിക്കാൻ പോലും ത്രാണിയില്ലാതെ ചോരയിൽ മുങ്ങിയ കണ്ണുകൾ മെല്ലെ മെല്ലെ അടയുമ്പോൾ ശേഷിച്ച പാതിബോധത്തിൽ നാഗരാജ് കാണുന്നുണ്ടായിരുന്നു ചോരക്കണ്ണുകളിൽ നിറയെ കൊലച്ചിരിയുമായി നിൽക്കുന്ന ജിതിനെ, അവൻ്റെ കയ്യിൽ തൂങ്ങി നിൽക്കുന്ന ജാൻവിയെ. 2 ദിവസങ്ങൾക്ക് ശേഷം നാടുണർന്നത് ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയുമായാണ്. മിലൻ, മിലൻ ഒന്നെഴുന്നേറ്റേ. നല്ല ഉറക്കത്തിലായിരുന്ന മിലനെ വീണ വിളിച്ചെഴുന്നേൽപ്പിച്ചു. എന്താടാ, എത്ര ദിവസം കൂടിയാണ് ഒന്നുറങ്ങാൻ കഴിഞ്ഞത്? നീ ശല്യം ചെയ്യാതെ പോയേ. പാതി ഉറക്കത്തിൽ മിലൻ വീണയോട് ദേഷ്യത്തോടെ പറഞ്ഞു. അതല്ല മിലൻ, നമ്മുടെ നാഗരാജ് സാർ. മിലൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. നീയൊന്നിങ്ങോട്ട് വന്നേ, ദേ ന്യൂസ് ഒന്ന് കണ്ടു നോക്ക്. അത്രമാത്രം പറഞ്ഞിട്ട് വീണ മിലനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി TV-ക്ക് മുന്നിലിരുത്തിയിട്ട് ന്യൂസ് ചാനൽ വെച്ചു. അതൊരു ബ്രേക്കിംഗ് ന്യൂസായിരുന്നു. ദേവഗിരി കൂട്ടക്കൊലക്കേസ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡെപ്യൂട്ടി കമ്മീഷണർ നാഗരാജ അയ്യരെ തമിഴ്നാട് തെങ്കാശിയിൽ നിന്ന് 100 കിലോമീറ്ററോളം അകത്തായി സ്ഥിതി ചെയ്യുന്ന ദേവഗിരി ഫോറസ്റ്റ് ഏരിയയിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. ഏറെ കോളിളക്കം സൃഷ്ടിച്ച ദേവഗിരി പ്ലാന്റേഷൻസ് ആൻഡ് എക്സ്പോർട്ടിംഗ് കമ്പനി ഉടമയും ദേവഗിരി പാലസിന്റെ അനന്തരാവകാശിയുമായിരുന്ന ജിതിൻ ദേവനാരായണിൻ്റെയും കുടുംബത്തിൻ്റെയും കൂട്ടക്കൊലപാതകം കഴിഞ്ഞ 10 വർഷത്തോളമായി ഒരു തുമ്പുമില്ലാതെ കോൾഡ് കേസായി തുടരുകയായിരുന്നു. പുതിയ അന്വേഷണ ചുമതലയുമായി ആന്ധ്രാപ്രദേശിൽ നിന്ന് ട്രാൻസ്ഫറായി വന്നതായിരുന്നു നാഗരാജ അയ്യർ. ഒരു ഡെപ്യൂട്ടി കമ്മീഷണർ തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ തമിഴ്നാട് പോലീസ് രാജ്യമൊട്ടാകെ വല വിരിച്ചിരിക്കുകയാണ്. ഒരു ഞെട്ടലോടെ മിലനും വീണയും വാർത്തയിലേക്ക് നോക്കിയിരുന്നു. മിലൻ, വാട്ട് ദ ഹെൽ ഈസ് ഹാപ്പനിങ്? എനിക്ക് പേടിയാവുന്നു. ആരായിരിക്കും അത് ചെയ്തത്? വീണ ഭയത്തോടെ മിലനോട് ചോദിച്ചു. അതിന് അവൾക്കൊരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ. ജിതിനാണ് അയാളെ കൊന്നത്. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? ജിതിൻ ആത്മാവായിട്ട് വന്ന് നാഗരാജ് സാറിനെ കൊന്നുവെന്നാണോ? ഭ്രാന്ത് പറയാതെ നീ. നോ വീണ, ഐ ആം ടോക്കിംഗ് ഇൻ സെൻസ്. ജിതിൻ്റെ ആത്മാവാണ് നാഗരാജ് സാറിനെ കൊന്നിട്ടുള്ളതെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്. വിൽസ് മൽക്കൂത്ത എന്നെ കൊണ്ടെഴുതിച്ചത് അവൻ്റെ തന്നെ കഥയാണ്. ആ കഥയിലൂടെ നാഗരാജിനു വേണ്ടി അവൻ തയ്യാറാക്കിയ കൊലക്കളത്തിലേക്ക് അയാളെ ജിതിൻ എത്തിക്കുകയായിരുന്നു. നമ്മൾ ആ കേസിനെക്കുറിച്ച് അന്വേഷിച്ചതല്ലേ? ആ ക്രൂരതയ്ക്ക് പിന്നിൽ നാഗരാജാണ് എങ്കിൽ അയാൾ അർഹിച്ച മരണം തന്നെ അയാൾക്ക് കിട്ടി. ഒന്നുമറിയാത്ത കുഞ്ഞിനെ പോലും വെറുതെ വിടാതിരുന്ന ക്രൂരനാണ് അയാൾ. ഇതൊക്കെ കണ്ട് ആ കുഞ്ഞിൻ്റെ ആത്മാവും സന്തോഷിക്കുന്നുണ്ടാവും ഇപ്പോൾ. പതിഞ്ഞതെങ്കിലും ദൃഢമായ സ്വരത്തിൽ വീണയോട് അത്രയും പറഞ്ഞ് മിലൻ പതിയെ തൻ്റെ കണ്ണുകൾ അടയ്ക്കുമ്പോൾ പെട്ടെന്നാണ് ഒരു മെസ്സേജ് നോട്ടിഫിക്കേഷൻ അവൾക്ക് വരുന്നത്.
ഓടിച്ചെന്ന് ഫോണെടുത്ത് മെസ്സഞ്ചർ ഓപ്പൺ ആക്കിയപ്പോൾ അവൾ കണ്ടു. അതൊരു നന്ദി പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജായിരുന്നു. താങ്ക് യു മിലൻ, താങ്ക്സ് എ ലോട്ട് ഫ്രം ഈവിൾസ് മൽക്കൂത്ത. അത് കാണുകെ മിലൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു.